നല്ല നമസ്കാരം. പാട്രിയറ്റ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കണ്ടന്റാണ് സ്റ്റാർ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി, മോഹൻലാൽ, ഭഗത്, കുഞ്ചാക്കോ ഒരു വലിയ താരനിര. പാട്രിയറ്റ് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റുകളിൽ ഒന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, അത് കേന്ദ്രീകരിച്ചിട്ടാണ് കഥ നീങ്ങുന്നത്. ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ തൻ്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കായിട്ട് ഈ സ്പൈവെയർ ദുരുപയോഗം ചെയ്യുകയാണ്. സാധാരണക്കാർക്ക് സൗജന്യമായി സർക്കാർ നൽകുന്ന ലാപ്ടോപ്പുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വകാര്യ വിവരങ്ങളും ചോർത്തപ്പെടുകയാണ്. അപ്പോൾ ഈ ഗൂഢാലോചന തിരിച്ചറിയുന്ന നായകനും സംഘവും ഭരണകൂട സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സത്യം പുറത്തു കൊണ്ടുവരുവാൻ നടത്തുന്ന പോരാട്ടം ആണ് ഈ സിനിമയുടെ കഥയായിട്ട് പറയാനുള്ളത്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ സ്വകാര്യത എത്രത്തോളം അപകടത്തിലാണെന്നുള്ള യാഥാർത്ഥ്യമാണ് സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളോടും ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങളോടും കൂടി ഉള്ള ഒരു സിനിമ ചേർന്ന് നിൽക്കുന്നു. ഇതിലെ പല സംഭവങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുമായിട്ട് വളരെ സാമ്യം തോന്നുന്ന ഒരു കുറേ എലമെൻറ്റുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ കഥാപാത്രം സിനിമയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ നായകൻ ഗൗരവമേറിയ വേഷം മമ്മൂട്ടിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ നായകനെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നതിൽ യാതൊരു സംശയമില്ല. രണ്ടാം പകുതിയിൽ എത്തുന്ന ലാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ മാസ് എൻട്രി, അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും ഓരോ ആരാധകനെയും നമ്മൾ ആരാധന ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാർട്ടം നോക്കാതെ സിനിമയെ സമീപിച്ചാൽ മതിയാവും. ഭഗത് പതിവ് പോലെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രോ സീന് ശരിക്കും പഴയ ഒരു സിനിമയുടെ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുഞ്ചാക്കോ ബോബനും ഫുൾ ടൈം ഉള്ള ഒരു കഥാപാത്രമാണ്. മമ്മൂട്ടിയോടൊപ്പം തന്നെ ഫുൾ ടൈം ഉള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രത്തോളം താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു സ്പൈ ത്രില്ലർ ഗണത്തിൽപ്പെടാവുന്ന ഈ ചിത്രത്തിനകത്ത് മാത്രമേ അങ്ങനെ പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മഹേഷ് നാരായണൻ അതിൽ വിജയിച്ചത് തന്നെ പറയാം. ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ മലയാള സിനിമയുടെ സാങ്കേതിക പരിമിതികൾ ലംഘിക്കുന്ന നിർമ്മാണ രീതിയിൽ തന്നെയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, എനിക്ക് കാറിനകത്തുള്ള ഒരു ഷൂട്ടുണ്ടല്ലോ, കിടിലം. അതോടൊപ്പം തന്നെ തുടക്കത്തിലെ ഭഗതിൻ്റെ ആ വിമാനത്തിനകത്തുള്ള സംഭവം, ഗംഭീരമായിട്ടുള്ള കുറേ സാധനങ്ങൾ, ആ ലിഫ്റ്റിനകത്തുള്ള കുറേ സാധനം. പിന്നെ ശുഷിൻ ശ്യാമിൻ്റെ സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാധാരണ ശുഷിൻ്റെ ഒരു ഇതല്ല, ഇതിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ശൈലി. പിന്നെ സംവിധായകൻ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റർ. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് എങ്ങനെ സിനിമ എൻഗേജ്ഡ് ആക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മോഹൻലാലിൻ്റെ മാസ് ഇൻട്രോ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന ആ ഒരു സാധനം, നല്ല സാധനം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ലിഫ്റ്റിനകത്ത് അതിൻ്റെ ഇത് ആക്ഷൻ സീക്വൻസ്, ഫ്ലൈറ്റിനകത്തെ സീക്വൻസ് നന്നായിട്ട് തന്നെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത് മമ്മൂട്ടിയുടെ ഇൻ്റർവെല്ലിൻ്റെ ബ്ലോക്ക്, അതൊക്കെ ഗംഭീരമായിട്ട്. കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന, രാജേന്ദ്രൻ, രാജീവ് മേനോൻ തുടങ്ങിയ വലിയൊരു താരത്തെ അണിനിരത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. സിനിമയുടെ പ്രമേയത്തോടുള്ള ആ ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റ്, മാസ് സാധനങ്ങൾ, എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മുടെ ഇപ്പോഴുള്ള ലോൺ ആപ്പ് പോലുള്ള സംഭവങ്ങളെയൊക്കെ കൃത്യമായിട്ടും ഇതിനകത്തും വരച്ചിടുന്നുണ്ട്. എങ്ങനെയാണ് അത് സാധാരണക്കാരനെ സ്വാധീനിക്കുന്നത്, നമ്മളെ എല്ലാവരെയും ഒരു കണ്ണ് തുറന്നുകൊണ്ട് ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ ഞാൻ പറയുക, ഇതിൽ എനിക്ക് തോന്നിയത് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യന് ജീവനേക്കാൾ വലുതല്ല. സ്വകാര്യത, നമ്മുടെ ജീവനേക്കാൾ വലുതാണ് സ്വകാര്യത എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ജീവൻ നഷ്ടമാകുന്നത്. ആ നഷ്ടം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഈ സിനിമയുടെ ദൈർഘ്യം അല്പം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം സിനിമയുണ്ട് എന്നുള്ളതാണ്. ആദ്യം ഒക്കെ ഗംഭീരമായിട്ടുണ്ട്, പിന്നെ സെക്കൻഡ് ഇതിൽ വരുമ്പോൾ ഇത്തിരി ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് താരങ്ങളെ, നയൻതാരയെ പോലുള്ള ഒരു നടി, പിന്നെ നമ്മുടെ കുറേ ആൾക്കാർ, രേവതിയൊക്കെ നല്ല വേഷമായിരുന്നു. നയൻതാരയെ പോലുള്ള ഒരാളുടെ പ്രസൻസ് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു കല്ലുകടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ വളരെയധികം പ്രെഡിക്റ്റബിളാണ് ഇതിൻ്റെ കഥയുണ്ടല്ലോ, മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന പല സംഭാഷണങ്ങളും, അതുകൊണ്ട് അനുബന്ധിച്ചിട്ടുള്ള പല സംഭാഷണങ്ങളും സ്റ്റാറുകളെ അല്ലെങ്കിൽ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള സാധനം. പിന്നെ ചില ഭാഗങ്ങളിൽ ഡി ജിയും ആ ഒരു സാങ്കേതികവിദ്യ അത്ര കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പല സംഭാഷണങ്ങളും എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് വളരെ വലിയ സബ്ജക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ എന്നിട്ടും അന്യഭാഷകളിൽ നിന്നും ആരെയും കൊണ്ടുവരാതെ വന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു പിന്നെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ കണ്ടൻറ്റ് നമുക്ക് ക്ലിക്കായാൽ സിനിമയും ക്ലിക്കാണ് എന്നുള്ളതാണ്. സിനിമ വൺ ടൈം വാച്ചബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു 5-ൽ 3.5 മാർക്ക് കൊടുക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് പാട്രിയോട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. താങ്ക്